ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്നും ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അടിപൊളിയാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് എണ്ണ പോലും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ് കേട്ടോ. ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരിയും അതേ ഒരു കപ്പിൽ തന്നെയാണ് ഉഴുന്നും എടുത്ത് നമ്മൾ ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴുകി മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ്സാണ് പച്ചരിയും ഉഴുന്നെടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അതേ ഗ്ലാസ്സിന് തന്നെയാണ് 3/4 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ, നമ്മൾ സാധാരണ ഇഡ്ഡലി മാവൊക്കെ അടിക്കുന്ന പോലെ തന്നെയാണ്, അതേപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ച് മാറ്റിയേക്കാം. അപ്പോൾ ഈ അടിച്ച് മാറ്റിയ മാവ് വന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അതേ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം പോലെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേക്കുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ജീരകമാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ നമ്മൾ കാണിച്ചു തരാം. ആ ഒരു അളവിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് കടലമാവും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ലെവലിലേക്ക് നമുക്ക് മാവ് കിട്ടും കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരേ അളവിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടലമാവ് ചെറിയ കട്ടകൾ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം കുറച്ച് കടലമാവ് ചേർത്ത് നോക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഓരോ ഗ്ലാസ്സിനും എടുക്കുന്നതിലൊക്കെ വ്യത്യാസം വരുമല്ലോ, അപ്പോൾ കുറച്ചായിട്ട് കടലമാവ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ, നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഉരുണ്ട് വരുന്ന രീതിക്കാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് ഇട്ട് കൊടുത്ത് കഴിയാനാവണം. ആ ഒരു സമയമാവുന്ന സമയത്ത് നമുക്ക് മീഡിയത്തിൽ വെക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് പൊങ്ങി വരും. നമ്മൾ അതേ നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം മുകളിൽ നല്ല പൊങ്ങി വരില്ല. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല എണ്ണ ചൂടാക്കി വെക്കുക. അതിനുശേഷം പെട്ടെന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് പിന്നെ സിമ്മിലേക്ക് വെക്കുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് കളർ ചേഞ്ച് ആവുമില്ല, ഉള്ളിൽ കറക്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പതുക്കെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ തിരിയാത്ത രീതിക്ക് നല്ല ഉരുണ്ട് വന്നിരിക്കണം, കണ്ടില്ലേ. അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒന്നുകൂടി കളർ ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട, അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എണ്ണ എന്ന് പറയുന്ന സമയത്ത് വളരെ കുറവായിട്ടുണ്ടാവും കേട്ടോ. എണ്ണ അത്രയും കുറവായിട്ടേ നമുക്ക് എണ്ണ പിടിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഒരു ഉഴുന്നുവട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടിട്ടാണല്ലോ അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിക്കുമ്പോഴും അതുപോലെ ചെറുതായിട്ടൊരു ഉഴുന്നുവട ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടിപൊളിയായിട്ട് ഇതുപോലൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത്. ഇത് നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ തന്നെ അതത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടല്ലോ, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ചെറിയൊരു കമൻറ്റെങ്കിലും പറയണം. എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ സോസ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചു കേട്ടോ ഒരാൾക്ക്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.